ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്ന പോലീസ് പരീക്ഷ, DCPO, IRB, WCPO പരീക്ഷകൾ കാത്തിരിക്കുന്നവർക്കായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആണിത്. ഈ 3 പരീക്ഷകളും വളരെ ആകാംക്ഷയോടെ ആയിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് നിയമനമൊക്കെ പ്രതീക്ഷിക്കുന്ന ലിസ്റ്റുകളാണല്ലേ. ചില സമയങ്ങളിൽ ഒട്ടും നിയമനം നടക്കാറില്ല, അങ്ങനെ ഒരു കഷ്ടം ഇരിക്കുന്നുണ്ട്. എന്നെങ്കിലും നമുക്ക് വല്ല പ്രതീക്ഷ നൽകുന്ന ഒരു ലിസ്റ്റാണ്. നമ്മൾ ഒരുപാട് പേര് വേക്കൻസികൾ പ്രതീക്ഷിക്കുന്ന ഒരു ലിസ്റ്റാണ് അല്ലെ. ഇതില് സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചും ഈ പരീക്ഷയുടെ എങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ, അതായത് ജൂലൈയിൽ നിങ്ങൾക്ക് പരീക്ഷയാണ് അല്ലെ. ജൂൺ ആയിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 30 to 40 സംതിങ് ഡേയ്സേ നിങ്ങൾക്ക് മുമ്പിൽ പഠിക്കാനായിട്ടുള്ളൂ. അവസാനത്തെ ഈ മാസം നിങ്ങൾ ഉഴപ്പുകയേ ചെയ്യരുത് എന്നാണ്. കാരണം ഈ ഒരു 30-40 ദിവസം നിങ്ങൾ ഈ സ്റ്റഡി എന്നൊരു ലക്ഷ്യം അല്ലാതെ വേറെ ഒരു കാര്യത്തിനും പോകരുത്. അതെല്ലാം, അതായത് നിങ്ങൾക്കിപ്പം ഒരു സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞ് തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു സിനിമ മതി. ഓരോ സിനിമകളായിട്ട് പോയി കണ്ടുകൊണ്ടിരിക്കരുത്. ഒരു സിനിമയ്ക്ക് പോയാൽ മതി, അത് തെറ്റൊന്നുമില്ല. ഒരു സിനിമയ്ക്ക് അപ്പുറം പോകരുത് കേട്ടാ. കാരണം നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സിനിമ കണ്ട് അതിന്റെ റിവ്യൂ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിൽ കുറെ മാറും. ഒരുപാട് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ദോഷം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ ചേട്ടൻ മുമ്പ്, ഇപ്പൊ പുള്ളിക്ക് ജോലിയുണ്ട്. മുമ്പ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാം പഠിച്ച് പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് ഇരുന്ന് വൈസിറ്റി എന്ന് പറഞ്ഞ ഗെയിം ഒരുപാട് ഇരുന്ന് കളിച്ച്, കമ്പ്യൂട്ടറിൽ ഒരുപാട് ഇരുന്ന് കളിച്ച്. കാരണം ഇത്രയും പഠിച്ചല്ലോ, പരീക്ഷയാണ്. ഒരുപാട് 4 മണിക്കൂറോളൊക്കെ ഇരുന്ന് കളിച്ച്. അത് പരീക്ഷയ്ക്ക് പോയപ്പോഴത്തേക്ക് കോൺവെക്സ് ആണ്, കോൺകേവ് ആണ്, അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും 3-4 തെറ്റിപ്പോയി. അത് ഇതിന്റെ ദോഷമാണ്. നമ്മൾ അവസാനത്തെ ആ പീക്ക് ടൈമിൽ നമ്മൾ ഒരിക്കലും മറ്റൊരു കാര്യത്തിൽ വ്യാപൃത ആവാൻ പാടില്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം എൻജോയ് ചെയ്ത് നടക്കാനുള്ള സമയമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത്തവണ വരാൻ പോകുന്ന ഈ പരീക്ഷയിൽ BNS, BNSS, BSA ഇതായിരിക്കും സ്കോറിംഗ് കണ്ടന്റ്. ഇത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാത്തവർക്ക് ഈ 10 മാർക്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എളുപ്പമൊന്നുമില്ല. ഇത് കാരണം ഫസ്റ്റ് വന്ന സാധനമാണ്, ആദ്യമായിട്ട് വരുന്ന ഇംപ്ലിമെന്റ് വന്ന സാധനമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ അകത്തുള്ള കണ്ടന്റുകളൊക്കെ നിങ്ങൾ വായിച്ചിരിക്കുക. അല്ലാതെ ഇത്രയില് ഓരോന്നും ഒരു കൊടുത്തേക്കും. ചിലപ്പോൾ ഒരു BNSല്, BNSSല് 106ാമത്തെ വകുപ്പില് സെർച്ചിനെ കുറിച്ച് ഒരു വകുപ്പില് ഒരു 10 ഉപവകുപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 10 എണ്ണം 106 അങ്ങനെ ചോദിക്കൂല, ഒരിക്കലും ചോദിക്കൂല. അങ്ങനെ ചോദിച്ചു വന്നാൽ അങ്ങനെ പഠിച്ചിട്ട് പോകുന്ന ആർക്കും അത് കിട്ടുകയില്ല. അങ്ങനെയൊന്നും പഠിച്ചെടുക്കാൻ പറ്റൂല. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഴയ സെക്ഷൻസിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ അങ്ങനെ ചോദിക്കൂല. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ കറക്റ്റ് സിലബസിൽ എന്ത് പറയാം, സിലബസിനെ കുറിച്ച് കറക്റ്റ് നോളജ് ഉണ്ടോ, അതിൽ എന്ത് കാര്യങ്ങൾ വരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ കുറച്ച് തരും. അതും ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ 10-ൽ 10 മാർക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ KP ആക്ട് ഉണ്ട്. KP ആക്ട് 3 മാർക്കാണ്. KP ആക്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് ഇങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഇതിന് RT ആക്ട്, IT ആക്ട്, പോക്സോ ആക്ട്, NDPS. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കിൽ 20-ൽ 20 വാങ്ങിയിരിക്കണം എന്നല്ലേ നിർബന്ധ ബുദ്ധിയോടുകൂടി പഠിക്കുന്ന ഒരാൾക്ക് 19-ഓ 18-ഓ കിട്ടും. കാരണം ഒരു ക്വസ്റ്റ്യനെങ്കിലും ചിലപ്പോൾ ഡിലീറ്റ് ആവും. എങ്കിലും നിങ്ങൾ കൂട്ടിക്കോ, ഒരു 18 മാർക്ക് തന്നെ കൂട്ടിക്കോ. അത് പക്ഷെ 20-ന് വേണ്ടി ചിലപ്പം ഡിലീറ്റ് ആവാതെ ഇരിക്കും. പക്ഷെ സാധാരണ ഡിലീറ്റ് ആവാറുണ്ട്. BNS ഒക്കെ ചോദിക്കണം, അപ്പൊ അതിലൊക്കെ ഡിലീറ്റ് ആവും. അപ്പം 18 മാർക്ക് ആയാലും കിട്ടും. അത് നല്ലൊരു മാർക്കാണ്. ഇനി ചെയ്യേണ്ടത് GK സെക്ഷനാണ്. അത് പോകുന്നതിന് മുമ്പേ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ് അല്ലെ. ഇപ്പം ചുരുക്കി MEM എന്നൊക്കെ പറയും അല്ലെ പിള്ളേര്, അങ്ങനെയൊക്കെയാണ് പറയണത്. 30 മാർക്കിന്റെ സാധനമാണ്. ഇതിലൊരു 20+ എങ്കിലും വാങ്ങിച്ചോണം കേട്ടാ. എത്ര പാടായാലും 20+ എങ്കിലും വാങ്ങിച്ചോണം. PVQ റെഫർ ചെയ്ത് പ്രാക്ടീസിറ്റി പോയാൽ നല്ലപോലെ അറിയാവുന്ന ഒരു 25+ ഒക്കെ അടിക്കും. അവരിപ്പം ഏകദേശം ഈ മാർക്കായപ്പോ തന്നെ അവർക്ക് ഒരു സേഫസ്റ്റ് സ്കോറിലോട്ട് അവർ എത്താറായി. കാരണം അവര് എത്രയാണ് 50 മാർക്കിൽ തന്നെ ഈ ഒരു 18ഉം 25 ഒക്കെ വാങ്ങുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൂട്ടി വെക്കുക. എത്ര 43 മാർക്കായില്ലേ, സേഫസ്റ്റ് സ്കോർ ആയില്ലേ. പിന്നെ 50 ക്വസ്റ്റ്യൻ അവർ മുമ്പ് കിടക്കുകയാണ്. ആ 50-ൽ നിങ്ങൾ ആലോചിക്കണം, ആ GK ഇത്രയും കിടന്ന് ഭ്രാന്തെടുത്ത് പഠിക്കണം. ഈ GK 8 മാർക്ക് ഇതുണ്ട്, ഭരണഘടന ഉണ്ട്. പിന്നെ മറ്റേ അതൊന്നും ഈ കറണ്ട് അഫെയർ ഒന്നും എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല.
10 മാർക്കിന് ചോദിക്കുന്നത് വെച്ചാൽ അവന്മാർ ചിലപ്പോൾ 3 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. അതേപോലെ ജോഗ്രഫി എന്താണ് 5 മാർക്കിന് ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ 10 മാർക്കിന് ചോദിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അത്യാവശ്യം ഒരു ലെവലിൽ അത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് 25 മാർക്ക് ഇതിനും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയായി? 68 മാർക്കായി, ടോപ്പ് റാങ്കിൽ വരും. അപ്പൊ ഇപ്പോഴത്തെ സ്ട്രാറ്റജി വെച്ച് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് MEM ആണ് സേഫ്. കാരണം GK വായിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. എക്കണോമിക്സ് ഒന്നും ചിലപ്പോൾ തൊടാൻ പറ്റൂല, ഭയങ്കര തെറിപ്പിച്ചായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. അതുകൊണ്ട് GK ഒക്കെ പഠിക്കാൻ പാടുള്ളവർ തിരിച്ചു ചെയ്യുക. GK പഠിക്കാൻ എളുപ്പമുള്ളവർ ഇത് ഒഴിവാക്കരുത്. കിടിലങ്ങൾ ഇത്രയും വാങ്ങുമ്പോൾ നിങ്ങൾ ഇത്രയെങ്കിലും വാങ്ങുക. അപ്പൊ നിങ്ങളെ GK നോളജ് വെച്ച് ഈ മാർക്കിൽ നിങ്ങൾക്ക് 35 പിടിച്ച് ഇവന്മാരെ ടോപ്പ് ചെയ്യാം. മനസ്സിലായോ? അതാണ് കാര്യം. ഇനി വേറൊരു കാര്യം, ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ ഇത്ര ദിവസമല്ലേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ്. ഈ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഏതൊക്കെ നിങ്ങൾക്ക് തെറ്റുന്നോ അതിന്റെ എക്സ്പ്രഷൻ ഫാക്ടറുകൾ കണ്ടുപിടിച്ച് പഠിക്കുക. അറിഞ്ഞൂടാതെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് വികസന ബാങ്കുകളെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നത്, വികസന ബാങ്ക് എനിക്ക് അറിഞ്ഞൂടാ, അപ്പൊ ആ ഭാഗം എടുത്ത് പഠിക്കുക. അടുത്ത നിങ്ങൾ മുമ്പോട്ട് ചെയ്തു പോകുമ്പോൾ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ വന്ന കാര്യം മറന്നുപോയി, അപ്പൊ ആ ഭാഗം എടുത്ത് പഠിക്കുക. അങ്ങനെ പൊക്കോണ്ടിരുന്നത്. ഇനി പിന്നെ ഒരു ദിവസമെങ്കിലും കറണ്ട് അഫെയറും സ്പെഷ്യൽ ടോപ്പിക് ഐറ്റം വായിക്കാതെ വിടരുത്. സ്പെഷ്യൽ ടോപ്പിക് മറന്നു പോകും. ഇനിയുള്ള ദിവസം ഓരോ ദിവസവും ഇത്ര മണിക്കൂർ സ്പെഷ്യൽ ടോപ്പിക് വായിച്ചിരിക്കുക. പിന്നെ പരീക്ഷയുടെ തലേന്ന് എനിക്ക് പറഞ്ഞതായിട്ട് ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നത്, പരീക്ഷയുടെ തലേന്ന് പഠിച്ചിരിക്കുന്ന മെയിൻ ടിപ്പ്, മാത്സിൽ ചില ഇക്വേഷൻസ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കും, നമ്മൾ മറന്നുപോകും. കലണ്ടറിന്റെ കോഡ് ഇക്വേഷൻ, ജാമിതീയ രൂപങ്ങൾ, വൃത്തസ്തൂപീകര വ്യാപ്തം, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇപ്പോഴേ നോട്ട് ചെയ്ത് വെച്ചോണം. തലേന്നിരുന്ന് പഠിക്കാനും പരീക്ഷ ഹാളിന് അവിടെ പോകുന്നതിന് വെളിയിൽ ഒരു സമയം നോബൽ സമ്മാനം ഏത് രാജ്യക്കാരനാണ് എന്നൊരു കാര്യം കൂടെ ഒന്ന് പഠിച്ചോണം. ഷോർട്ട് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ട്. CPU ഷോർട്ട് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പിൽ. ഫസ്റ്റ് കമന്റിൽ നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ പഠിച്ചങ്ങ് പോയാൽ മതി. അത്ര കാര്യം എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നല്ലപോലെ പഠിക്കുക. നിങ്ങളെല്ലാവരും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന എക്സാമിനേക്കാൾ ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.